ഭാരതത്തിന്റെ മണ്ണിൽ ക്രിസ്തുവിന്റെ സുവിശേഷം ആദ്യമായി വിതറിയ വിശുദ്ധ തോമാശ്ലീഹായുടെ പ്രേഷിത പ്രവർത്തനങ്ങളാൽ അനുഗ്രഹീതമായ പാലയൂരിൽ നിന്ന് ഒരു പുതിയ ദേവാലയം രൂപം കൊണ്ടപ്പോൾ ആ വിശ്വാസ സമൂഹം തങ്ങളുടെ പഴയ ഇടവകയുടെ സംരക്ഷകനായ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ തിരുസ്വരൂപം ആദരപൂർവ്വം പുതിയ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. 1929 അഭിവന്ദ്യമാർ ഫ്രാൻസിസ് വാഴപ്പള്ളി മെത്രാപ്പോലീത്ത ഈ ആദ്യ ദേവാലയം വെഞ്ചരിച്ചു. കാലം മുന്നോട്ടു പോയപ്പോൾ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും പുതിയൊരു ആരാധനാലയം അനിവാര്യമായി തീരുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 1991 അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജെയിൽസ് ചേറ്റുപുഴക്കാരൻ അച്ഛന്റെ നേതൃത്വത്തിൽ പുതിയ പള്ളിയുടെ നിർമ്മാണത്തിന് അഭിവന്ദ്യമാർ ജോസഫ് കുണ്ടുകുളം മെത്രാപ്പോലീത്ത തറക്കല്ലിട്ടു. പൗരസ്ത്യ, പോർച്ചുഗീസ്, റോമൻ വാസ്തുവിദ്യയുടെ മനോഹരമായ സംഗമമായി ഈ പുതിയ ദേവാലയം 1995 മാർച്ച് 25 കൂദാശ ചെയ്യപ്പെട്ടു. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം വളർന്ന ഈ ദേവാലയം തലമുറകളായി വിശ്വാസികൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു പുണ്യസ്ഥലമായി നിലകൊള്ളുന്നു. പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ള നായരങ്ങാടിയിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ കപ്പേളയും തെക്ക് ഭാഗത്ത് കച്ചേരിപ്പടിയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ കപ്പേളയും ഈ വിശ്വാസത്തിന് അടിവരയിടുന്നു. കൂടാതെ 1982 പള്ളിയിൽ നിന്ന് നൽകിയ സ്ഥലത്ത് സ്ഥാപിതമായ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സേക്രഡ് ഹാർട്ട് കോൺവെന്റ് LP സ്കൂളും നമ്മുടെ ഇടവകയുടെ വിദ്യാഭ്യാസപരവും ആത്മീയവുമായ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. 2015 വിശുദ്ധ അൽഫോൺസാമ്മയുടെയും വിശുദ്ധ തോമാശ്ലീഹായുടെയും പുതിയ കപ്പേളകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. പള്ളിയുടെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കപ്പേള നമ്മുടെ ഇടവകയുടെ ഒരു സവിശേഷതയാണ്. പള്ളിയുടെ ഇരുവശങ്ങളിലായി ഒന്ന് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന സെമിത്തേരിയും മറ്റൊന്ന് ആത്മീയതയുടെ കേന്ദ്രമായ വൈദിക മന്ദിരവും ഗ്രോട്ടോയും നിലകൊള്ളുന്നു. യുവതലമുറയ്ക്ക് വിശ്വാസത്തിന്റെ അടിത്തറ നൽകി പള്ളിയുടെ പിന്നിൽ മതബോധന ഹാൾ പ്രവർത്തിക്കുന്നു. 9 യൂണിറ്റുകളിലായി ഏകദേശം 340 കുടുംബങ്ങൾ ഈ ഇടവകയുടെ ഹൃദയമിടിപ്പായി വർത്തിക്കുന്നു. കൂടാതെ 10ഓളം സംഘടനകൾ പ്രാർത്ഥനയിലും സേവനത്തിലുമായി സദാ സന്നദ്ധരായി ഈ കൂട്ടായ്മയ്ക്ക് കരുത്തേകുന്നു. ഇന്ത്യയിൽ തന്നെ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ നാമത്തിലുള്ള ഏക ദേവാലയമാണ് നമ്മുടേത് എന്നത് അഭിമാനകരമാണ്. ഓരോ വർഷവും ഈസ്റ്റർ കഴിഞ്ഞുള്ള 10ാം ദിവസം നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ തിരുനാൾ മറ്റു വിശുദ്ധരോടൊപ്പം ചേർന്ന് നാം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. മുന്തിരി കർഷകരുടെയും മരണക്കിടക്കയിലെ പ്രലോഭനത്തിൽ നിന്നുള്ള മോചനത്തിനും നേത്രരോഗങ്ങൾക്കും പ്രത്യേക സിദ്ധിയുള്ള വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ മാധ്യസ്ഥം തേടി ആയിരക്കണക്കിന് ആളുകൾ വൈരത്തൂർ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. വിശുദ്ധ കുര്യാക്കോസ് സഹദാ വഴി ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം.